സെപ്റ്റംബർ 12 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അയിൽബേ, വിശുദ്ധ ഓഡോണോമസ്, ആൻഡർലക്റ്റിലെ വിശുദ്ധ ഗൈ, വിശുദ്ധ കുറോനോത്തൂസ്, വിശുദ്ധ ഹെറോണിദസ്, പാവിയായിലെ വിശുദ്ധ യുവന്തൂസ്. വിശുദ്ധ ഗൈ 1012 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗൈ ജീവിച്ചിരുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസിന് സമീപമുള്ള ഒരു കുഗ്രാമത്തിലാണ് ഗൈ ജനിച്ചത്. ദരിദ്രരായിരുന്നെങ്കിലും ഗൈയുടെ മാതാപിതാക്കൾ നന്മയുള്ളവരും ഏതവസ്ഥയിലും സംതൃപ്തരുമായിരുന്നു. മകനാവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ക്രിസ്തീയ പുണ്യങ്ങൾ അഭ്യസിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാൻ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. വൃദ്ധനായ തോബിയാസ് മകന് നൽകിയ ഉപദേശം അവർ ഇടയ്ക്കിടെ ഗൈയോട് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാക്യമാണ് അവർ ആവർത്തിച്ചിരുന്നത്: ദൈവഭയമുണ്ടെങ്കിൽ ധാരാളം നന്മകൾ കൈവരും. ബാലനായ ഗൈക്ക് 2 മിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്: ദൈവാലയവും ദരിദ്രജനവും. യുവാവായ ഗൈ ദാരിദ്ര്യത്തെ സ്നേഹിച്ചു. എപ്പോഴും സംതൃപ്തനായിരിക്കാൻ പഠിച്ചു. എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിൽ ഒളിപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും മടി കാണിക്കാത്ത ഗൈ തനിക്കുള്ളതെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഗൈ പട്ടിണി കിടന്നു. പ്രാർത്ഥനാശക്തി വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ബ്രസൽസിലുള്ള സ്വഭവനം ഉപേക്ഷിച്ച് ലെർക്കനിൽ ദൈവമാതാവിൻ്റെ തീർത്ഥത്തിങ്കിൽ പോയി പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങി. പുരോഹിതന്മാർ അദ്ദേഹത്തോട് അവിടെ താമസിച്ച് ദൈവാലയ ശുശ്രൂഷകൾ നടത്താൻ അഭ്യർത്ഥിച്ചു. പള്ളിയുടെ തറയും തട്ടുപലകയും അടിച്ചും ബലിപീഠങ്ങൾ പോളിഷ് ചെയ്തും തിരുപാത്രങ്ങൾ ശുദ്ധീകരിച്ചും ഗൈ ദേവാലയത്തിൽ തന്നെ സമയം ചെലവഴിച്ചു. പകൽ ദരിദ്രരെ സഹായിക്കാൻ വേണ്ട സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ബ്രസൽസിലെ ഒരു വ്യാപാരി ഗൈക്ക് ഒരു സഹായമെന്ന വണ്ണം തൻ്റെ വ്യാപാരത്തിൽ ഒരു ഓഹരി കൊടുത്തു. ദരിദ്ര സേവനത്തിന് പണം കിട്ടുമല്ലോ എന്ന് കരുതി ആ ജോലി അദ്ദേഹം ഏറ്റെടുത്തു. എന്നാൽ 1ാമത്തെ യാത്രയിൽ തന്നെ അവരുടെ കപ്പൽ നശിച്ചുപോയി. തിരികെ വന്നപ്പോൾ മുൻപുണ്ടായിരുന്ന കപ്പ്യാരി ജോലിക്ക് വേറൊരാൾ നിയമിക്കപ്പെട്ടു. തന്നിമിത്തം ശേഷകാലം വളരെ കഷ്ടപ്പെട്ടു. തൻ്റെ അസ്ഥിരതയ്ക്കുള്ള ഒരു പ്രായശ്ചിത്തമായി ആ കാലഘട്ടം അവൻ മനസ്സിലാക്കി. മരണം അടുത്തെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. യാത്രകൾ കൊണ്ടും മറ്റും ക്ഷീണിതനായിരുന്ന ഗൈ ആശുപത്രിയിൽ പ്രവേശിച്ചു. താമസിയാതെ അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു. തത്സമയം ഒരു പ്രകാശം വീശുകയും നിത്യസമ്മാനം പ്രാപിച്ചതായി ഒരു സ്വരം കേൾക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഒരു വിചിന്തനം നടത്താം. ഈശോ 9 മാസം ദൈവമാതാവിൻ്റെ ഉദരത്തിലും 3 മണിക്കൂർ കുരിശിലും 3 ദിവസം കുഴിമാടത്തിലും ചെലവഴിച്ചു. എന്നാൽ അവിടുന്ന് എന്നും സക്രാരിയിൽ വസിക്കുന്നു. ദേവാലയത്തിൽ സക്രാരിയുടെ അരികെ നാം എത്ര സമയം സ്നേഹപൂർവ്വം ചെലവഴിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തർക്കും ഇന്ന് സ്വയം പരിശോധിക്കാം.